എലീനെ എന്റെ ഈ സാരി എങ്ങനെ ഉണ്ടടാ? ശ്രീവിദ്യ മാലയോ? പിന്നെ അല്ല, ഈ സ്റ്റെല്ല ഇന്നൊരു കലക്കും. ആക്ച്വലി ഞാനും എന്റെ ഹസും കൂടെ ക്ലബിലെ മീറ്റിങ്ങിന് പോവാടാ. എന്റെ ഹസിനെ അറിയില്ലേ? സ്ഥലം എസ് ഇരുമ്പൻ ജോണി. പക്ഷേ കറക്റ്റ് സമയത്ത് ഞാൻ ക്ലബിലെത്തിയില്ലെങ്കിലേ അവിടെയുള്ള പെണ്ണുങ്ങളെല്ലാം കൂടെ കേറി അങ്ങ് ഷൈൻ ചെയ്യും. ഞാൻ സൂസമ്മ മാഡത്തിനെ ഒന്ന് വിളിക്കട്ടെ. ഹലോ, സ്റ്റെല്ലാണേ. യെസ് മാഡം, ഞാൻ ഹസ്ബൻഡ് കറക്റ്റ് സമയത്ത് തന്നെ എത്തും. പുള്ളി ഒരു SI ആണെങ്കിലും ഭയങ്കര ക്യൂട്ടാ. ചൂട്ടാ ചൂട്ടും കൊണ്ട് എന്തോന്ന് ഞാൻ പൊങ്കാലിടാൻ പോന്നോ? വെക്കോട്ടെ പിള്ളേ. എന്തോ? എന്റെ പാന്റ് എവിടെ? അകത്തുണ്ട്. എന്റെ ബെൽറ്റ് എവിടെ? അകത്തുണ്ട്. ബൊക്കിൾ എവിടെ? അത് വയറ്റിലില്ലയോ? അതല്ല, ബെൽറ്റിന്റെ ബക്കിൾ എവിടെ? ചേട്ടാ, അത് അവിടെ ഉണ്ട്. എന്റെ കൺമഷി എവിടെ? ഇങ്ങൾക്ക് എന്തൊരു കൺമഷി തേർച്ച് നിങ്ങൾ എന്ത് ഡാൻസ് കളിക്കാൻ പോന്നാ? എന്റെ മീശ കരപ്പിക്കാനുള്ള കൺമഷി എവിടെ? നിന്റെ അടുത്ത് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്, എന്റെ ടൂൾസ് ഒന്നും എടുത്ത് മാറ്റി വെക്കരുതെന്ന് കേട്ടോ. അടിപൊളി. എന്റെ ഷർട്ട് എവിടെ? ഷർട്ട് നിങ്ങളുടെ കൂതറ സ്വഭാവം കാരണം വാങ്ങിച്ച കടയിലോട്ട് തന്നെ തിരിച്ചു കയറി പോയി കാണും. ആദ്യം കയറ്റി വെക്കാൻ വേണ്ടിട്ടാണ് ഇവളെ ഇറക്കി വിട്ടത്. ഇവളെ ആദ്യമേ ഇറക്കി അങ്ങ് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ക്ലബിലെ മീറ്റിങ്ങിനാ നമ്മള് പോന്നെ. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ കുടിച്ചിട്ട് അവിടെ കിടന്ന് ആടരുത്. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇവിടെ കിടന്ന് ഇങ്ങനെ ആട്ടിയിട്ട് അവിടെ പോയി കുടിക്കാം. അതല്ല, എന്റെ കുറച്ച് നല്ല പെർഫോമൻസ് ഉണ്ട്. അയ്യോ, ഇവളാ പെർഫോമൻസ്. കഴിഞ്ഞ പ്രാവശ്യം ക്ലബിന്റെ വാർഷികത്തിന് കുറെ പെർഫോമൻസ് ഉണ്ടായിരുന്നു നിന്റെ. അയ്യോ, എന്തായിരുന്നു കുഴപ്പം? ഞാൻ പുലിമുരുകനായിട്ട് സ്റ്റേജിൽ കയറി കാലക്കിയില്ലേ? ലാലേട്ടനായിട്ട് ഞാൻ ഫ്ലോറിൽ വന്ന് നിപ്പൊന്ന് കാണേണ്ടതായിരുന്നു. അത് പുലിമുരുകനായിരുന്നു. ഞാൻ വിചാരിച്ച് കറണ്ടടിച്ച് കാക്ക സ്റ്റേജിൽ ചത്തു കിടക്കണം. നിങ്ങൾ ഇത് പറയും, അതുകൊണ്ടാണ് ഈ പ്രാവശ്യം ഞാൻ വെറൈറ്റി ആയിട്ടുള്ള ഫിഗർ പിടിച്ചിരിക്കുന്നത്. നിർവേദത്തിലെ ശ്വേതാ മേനോൻ. ചെല്ലു കയറിക്കൂടെ, ചേച്ചിയുടെ കൈയിരിക്കണം മണിക്ക് ഇനി ഒരു പടിയായി. തലമണ്ട അടിച്ച് പൊട്ടിക്കോ. ഞാൻ ഫിഗറിൽ ഒരു അല്പം താഴ്ന്നു പോയാലും ചേച്ചിയുടെ ആറ്റിറ്റ്യൂഡ് ഇട്ട് കേറ്റി വെക്കും. എന്താ മണി അടിച്ചത്? അത് വെച്ചപ്പോ കൂട്ട മണിയായിരിക്കും തലയിൽ. പക്ഷെ എന്റെ കാവ്യമാധവൻ ക്ലബില് ഭയങ്കര അഭിപ്രായമായിരുന്നു. കഴിഞ്ഞ വർഷം നിങ്ങളൊരു കാവ്യമാധവന്റെ വോയിസ് ഉണ്ടായിരുന്നു, അത് പറയാ കേക്കട്ടെ. എന്തോരോ ആളുകളാ ഇവിടെ. സത്യം, നമ്മള് ക്ലബിൽ എത്തിയത് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ഇവളെ കാവ്യമാധവൻ കഴിഞ്ഞതും 18 ഡിസ്പോസിബിൾ ഗ്ലാസും ഞാനും മാത്രം. ഞാൻ എന്ത് ചെയ്താലും നിങ്ങൾക്ക് കുറ്റവാ. അതുകൊണ്ടാണ് ഇപ്രാവശ്യം വെറൈറ്റി ആയിട്ട് ഞാനൊരു കവിത കുത്തിക്കുറിച്ചു. വേറൊരു കാര്യം സ്റ്റെല്ല, കവിത ആലപിക്കുമ്പോ ക്ലബിലുള്ള മെമ്പേഴ്സിന്റെ പേരും കൂടെ ചേർക്കണം, എങ്കിലേ നമുക്ക് ഇംപ്രസ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ തന്നെയാ ഞാൻ ചെയ്തു വെച്ചിരിക്കുന്നത്. എന്റെ കവിതയുടെ പേര് തിളയ്ക്കുന്ന പായസം. അപ്പൊ ചൂടോടെ കിട്ടും. തിളക്കട്ടാ? അടുപ്പിൽ പായസം തിളയ്ക്കുന്നു. റോട്ടി പായസം തിളയ്ക്കുവോ? അത് കണ്ട് വിജയൻ സാറ് തിളയ്ക്കുന്നു. സെക്രട്ടറി. അത് കണ്ടു കൂടെ സെബാസ്റ്റ്യൻ സാറ് തിളയ്ക്കുന്നു. ഖജാൻജി. ഇത് കണ്ട് ഞാൻ എങ്ങനെ തിളയ്ക്കാതിരിക്കും? ഞാനും കളകള തിളയ്ക്കുന്നു. എങ്ങനെയുണ്ട് എന്റെ തിളപ്പ്? ഇത് ചില്ലറ തിളപ്പൊന്നും അല്ല. അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്താലും ഈ മനുഷ്യന്റെ കുറ്റവാ. നിങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല, എന്റെ അച്ഛനെ പറഞ്ഞാ മതി. അച്ഛനാണല്ലോ ലക്ഷങ്ങൾ വാരി വീശി നിങ്ങളെ എനിക്ക് കെട്ടിച്ചു തന്നത്. ലക്ഷങ്ങൾ വാരി എറിഞ്ഞ് ഒരു കാര്യം പുറത്ത് പറയാൻ പാടില്ല, എന്നാലും പറയാണ്. നിങ്ങൾക്കറിയാമോ, ഞാൻ കുക്കറിനകത്ത് ചിക്കൻ വേവിക്കാൻ ഇട്ടപ്പം പുസ് 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 ഒന്ന് 3 പിസിലായിട്ട് ആ പിസില് കേട്ടപ്പോ എന്റെ പിറകെ ഇറങ്ങി വന്നവളാണ് ഇവള്. എന്നിട്ടാണ് പിന്നെ ഇവളെ അച്ഛന്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. കഴിഞ്ഞ വർഷം ഓണം ആഘോഷിക്കാൻ പൈസ ഇറക്കാൻ മടിച്ചിട്ട് കലണ്ടറിലെ ആഗസ്റ്റ് മാസം കീറിക്കളഞ്ഞു. എന്നിട്ട് ഇവളടുത്ത് വന്ന് പറഞ്ഞ്, മക്കളെ
ഈ വർഷം ഓണം ഇല്ലെന്ന്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, പറ. എന്റെ അച്ഛനെ ഒന്നും പറയരുത്. ഉദാഹരണത്തിന് ഞങ്ങളുടെ അച്ഛൻ എന്ത് അരുമയായിട്ടാ ഞങ്ങള് മക്കളുടെ പേരിട്ടേക്കെന്ന് അറിയാവോ? ആഹാ. കിളികളുടെ പേരിട്ടല്ലേ അച്ഛൻ ഞങ്ങളെ വീട്ടിൽ വിളിക്കുന്നത്. ഞാൻ മൈന, എന്റെ ചേച്ചി തത്ത, എന്റെ അരിയത്തി കുരുവി. നിങ്ങൾ ഏത് തെങ്ങിന്റെ പൊത്തിൽ താമസിക്കുന്നത്? ഇതൊക്കെ എവളെ അച്ഛൻ ഒട്ടകപ്പശിയെ പറഞ്ഞാൽ ഈ സ്റ്റെല്ലയാണെന്ന് നിങ്ങൾ അറിയും. എല്ലായാലും ഇറച്ചിയായാലും നീ മാറിയില്ല അങ്ങോട്ട്. ഇല്ല ഷർട്ട് ഫോണുണ്ട്. ഹലോ, ഇങ്ങേരെ ഫോണിന്നോ? വനിതാ കോൺസ്റ്റബിളിനോ? ഐ ലവ് യു നോ? അയ്യോ, ഇത്ര എന്റെ കെട്ടിയോ പിഴച്ചു പോയേ. എന്തെന്നോ, അപ്പൊ നിങ്ങൾ ഇത്രയും നാൾ എന്നെ ചതിക്കുമായിരുന്നല്ലേ? കാര്യം പറ. നിങ്ങൾ കേക്കണം ശ്വേത ചേച്ചി, ഒരു വനിതാ പോലീസിന് ഇയാള് മെസ്സേജ് അയച്ചിരിക്കുന്നു, ഐ ലവ് യു. ഇന്ന് വരെ നിങ്ങൾ എന്റെ മുഖത്ത് നോക്കിയ ഒരു ഐ ലവ് യു പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? ഞാൻ പറഞ്ഞിട്ടില്ല. അത് ഞാൻ സഹിച്ച് അടുത്ത വനിതാ പോലീസിന് അയച്ചിരിക്കുന്നു. വേറെ വനിതാ പോലീസിന് നാളെ നീ പച്ച ചുരിദാറിട്ട് ഒരു ഫോട്ടോ അയക്കണമെന്ന്. ഒരു ദിവസം ഞാൻ പച്ച ചുരിദാറിട്ട് പോയപ്പോ ഇങ്ങനെ പറയുവാ, പായലടിച്ച് നിൽക്കുന്ന വേലിക്കല്ലേ കയറി പോവാൻ. ഞാൻ ഒരു കാര്യം പറയാം, സത്യമായിട്ടും ഈ ഇരുമ്പൻ ജോണി അങ്ങനെ ചെയ്യൂല. നിങ്ങൾ ഇരുമ്പൻ ജോണിയല്ല, ഞരമ്പൻ ജോണിയാ. വീണ്ടും മൂന്നാമതൊരു വനിതാ പോലീസിന് അയച്ചിരിക്കുന്നു. നാളെ എന്റെ ഭാര്യ ഇവിടെ ഇല്ല, വീട്ടിലോട്ട് വരാൻ. എന്തിനാ? ഞാനും ഇവിടെ ഇല്ല. എന്തിനാ? ഞാൻ ഒരു കാര്യം പറയാം, നീ കേക്ക്, സമാധാനത്തിൽ കേക്ക്. 2 ദിവസം കൊണ്ട് എന്റെ ഫോണ് ഹാങ് ആണ്. എന്റെ ഫോണ് ആരോ ഹാക്ക് ചെയ്തിട്ടുണ്ട്. അവന്മാർ എനിക്ക് പണി തന്നതാണ്. അയ്യോ, നിങ്ങളെ ഫോണ് ഹാങ് ആയതല്ല, നിങ്ങള് റോങ് ആയതാ. ചുമ്മാതല്ല ചേച്ചി, ഇങ്ങേർക്ക് എന്റെ തിളപ്പ് ഇഷ്ടപ്പെടാഞ്ഞ് ഇങ്ങേര് വേറെ എവിടോ തിളയ്ക്കാൻ പോയി. അയ്യോ, എന്റെ ഇരുമ്പ് തുരുമ്പായേ. അയ്യോ, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. എനിക്ക് നിന്റെ സൗന്ദര്യമല്ലേ വലുത്. ഇത്രേ സൗന്ദര്യമുള്ള എന്നെ കളഞ്ഞിട്ട് ഈ മനുഷ്യൻ എന്തിനു പോയി? എനിക്കെന്താ ഒരു കുറവ്? എന്നെ ഇങ്ങനെ കുത്തത്തില് കുത്തല്ലേ. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ആരോ വിളിക്കണേ, നീ സമാധാനപ്പെട്. തൽക്കാലം ഞാൻ എന്റെ സങ്കടം കടിച്ചമർത്താ. നീ സസ്പെൻഷനിലായ പോലീസല്ലടാ. ഞാൻ സസ്പെൻഷനായ പോലീസുകാരൻ തന്നെ. മേഡം ഇങ്ങ് വാ. ഊട്ടിയിലിരുന്ന സമയത്ത് ഞാൻ പോലും അറിയാതെ എന്റെ തോക്കിന്ന് ഒരു വെടി അങ്ങ് പൊട്ടി. അത് അവന്റെ വിരലും ഉണ്ടായിരിക്കാത്തോണ്ട്. ആ ഒരു ഒറ്റ കാരണം കൊണ്ടാണ് എന്നെ നിങ്ങൾ പിരിച്ചുവിട്ടത്. അതെങ്ങനെയാണ്? ഞാൻ ഭയങ്കര സ്ട്രിക്റ്റ് ഓഫീസറാണ്. ഓഫീസർ തിരിച്ചാ ജോലിക്ക് എന്നെ എടുക്കണമെന്ന് പറഞ്ഞ് ഞാൻ നിരന്തരം നിങ്ങളെ ഫോണിൽ വിളിച്ച്, പക്ഷേ നിങ്ങൾ ആ ഫോൺ എടുത്തില്ല. ഞാൻ ഒരു കാര്യം പറയട്ടാ, നിന്നെ ഞാൻ ജോലിക്ക് എടുക്കാം. നീ ഇപ്പൊ ഇവിടെ വേറെ പ്രശ്നം നടക്കുന്നു. ഞാൻ അതിനൊന്നും വന്നതല്ല. സാറിന്റെ ഫോണിൽ നിന്ന് പല പല മെസ്സേജ് എന്റെ ഫോണിലോട്ട് വരുന്നുണ്ട്. മേഡം ഈ മെസ്സേജ് ഒന്ന് വായിച്ചു നോക്കൂ. ഇങ്ങോട്ട് നീങ്ങിയില്ല കൊടു. നീ എന്തൊരു ക്യൂട്ടാ. ഇന്ന് വരെ ഈ മനുഷ്യൻ എന്റെ മുഖത്ത് നോക്കി അത് പറഞ്ഞിട്ടില്ല. ഹലോ മേഡം, എന്റെ ചുണ്ടിലോട്ട് നോക്കിയാണ്. വീടിക്കറ കണ്ടല്ലേ? ആ മെസ്സേജ് ഒന്ന് വായിച്ചു നോക്കൂ. നിന്റെ തേൻ കിനിയുന്ന ചുണ്ടുകൾ എനിക്ക് സ്വന്തം. നാട്ടിലുള്ള എല്ലാ പെണ്ണുങ്ങൾക്കും നിങ്ങൾ മെസ്സേജ് അയച്ച് ഞാൻ സഹിച്ച് ഈ കൺഫട കെട്ടവരെ നിങ്ങൾ ഓറഞ്ച് ലെഗിങ്സും പച്ച ബ്ലൗസും ഇട്ട് കാണാനാണ് എനിക്കിഷ്ടം. നീ അങ്ങനെ വരുമോ? സാർ എങ്ങനെയെങ്കിലും എന്നെ തിരിച്ചെടുത്ത് പറ്റത്തോളൂ. തിരിച്ചെടുക്കാം. സാറിന്റെ ഇംഗിതം ഞാൻ സാധിച്ചു തരാം. എങ്ങനെ? ಇದು ನವ ಸುಮಶರವಲ ಇದಲಹರಿ ಸುಖ ನದಿಯಿಲೊಡನು ಪಮಶಲಭೋ ಆಲಸು ಬರು ಉನ್ಮಾದಂ ತರು ಮಧುವಿದು ನುಗರುಗನೇ. നല്ല
എന്താ ടൈമിങ് നീ എവിടെ നിന്ന് പഠിച്ചത്? സാറിന്റെ ദാഹം ഇപ്പോഴെങ്കിലും തീർന്നല്ലേ? എന്നെ ഡ്യൂട്ടിക്ക് എടുക്ക് സാറേ. പോടാ വൃത്തികെട്ടവനെ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, കഞ്ഞി കുടിക്കാൻ നിവൃത്തിയില്ലാത്തോണ്ട് ഇപ്പൊ ഓരോ അമ്പലപ്പറമ്പിൽ പോയി ബൊമ്മകളിയാണ് എനിക്കിപ്പോ ജോലി. ബൊമ്മകളിയാ? ആ അതെങ്ങനെ അറിഞ്ഞൂടെ? കച്ചത്തൊരു കുടയും വെച്ച് ഒരു വലിയ അപ്പൂപ്പായി ഒരു കുഞ്ഞിനെ കച്ചത്ത് വെച്ചിട്ട് ഓടെ നിങ്ങളെ കണ്ടിട്ടുണ്ടോ? ഇപ്പൊ കാണിച്ചു തരാം. ഇതിന്റെ ഇടയിൽ കൂടെ അവൻ ഇങ്ങോട്ട് നോക്ക് സാറേ. നിന്റെ ഡല്ലക്കെട്ടാക്കണം ഇങ്ങോട്ട്. സാറേ പോടാ. അയ്യോ എന്റെ ഫോണ് വെല്ലടിക്കുന്നു. രണ്ടക്ഷരമുള്ള ആരോ വിളിക്കണ്. ഐജി, ഐജി. ഹലോ, സാർ. എന്താ ഐജി വിളിച്ചത്? എന്തിനാ? എന്റെ ഫോണിന്ന് CM-നൊരു മെസ്സേജ് പെയ്യുന്നു. CM-ന് ഒഴിവുള്ള സമയത്ത് നമുക്ക് ഊട്ടിയിലോട്ടൊരു ടൂർ പോയാലോ? നിങ്ങൾക്ക് അത് തന്നെ വേണം. CM-നാണ് മെസ്സേജ് പോയിരിക്കുന്നത്. ശിഷ്ടകാലം നിങ്ങൾക്ക് വീട്ടിൽ ഇങ്ങനെ ഇരിക്കാം. എങ്ങനെ? ഇങ്ങനെ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഞാൻ ഭയങ്കര അഞ്ജന ഫാൻ ആവുകയാണ്. ഞാനും. അയ്യോ ഭയങ്കര രസാണ് അഞ്ജന. ഞാനും. അതായത് ഒരു സെന്റൻസ് മുഴുവൻ പറയണ്ട, ഒരു വാക്ക് പറഞ്ഞാൽ തന്നെ ആ ഡെലിവറിയിൽ ഡയലോഗ് ഡെലിവറിയിൽ നമ്മൾ അങ്ങ് വീടും. അഞ്ജന ചുമ്മാ നിക്കൂല. അഞ്ജന അവിടെ ബാക്കിയുള്ളവരെ എന്തോ ചെയ്തോട്ടെ, അഞ്ജന ഭയങ്കര ബിസി ആയിരിക്കും. ആ കടിച്ചമർത്തുന്നൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, ഭയങ്കര രസമായിരുന്നു. നമ്മളെല്ലാവരും സ്റ്റേജ് ആർട്ടിസ്റ്റിലാണ്, പ്രോഗ്രാം സുഹൃത്തുക്കളുണ്ട്. നമ്മളെല്ലാവരുടെയും വിജയം എന്ന് പറയുന്നത് കയ്യടിയാണ്. ഫസ്റ്റ് ക്ലാപ്പ് വിച്ച് വെയർ വെൻ. എന്റെ ഇംഗ്ലീഷ് കറക്റ്റ്. നിങ്ങളുടെ മുഖത്തായിരിക്കും നാട്ടുകാർ. അല്ല, അത് ചേട്ടന്റെ മുഖത്ത് കൈ വെച്ചതല്ലേ, അതല്ല ചോദ്യം. അല്ല, കൈ അടിച്ചപ്പോ ഇടയ്ക്ക് പുള്ളിയുടെ മുഖം ഉണ്ടായിരുന്നു. സീരിയസ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ കയ്യടി കൊണ്ടല്ലേ, കയ്യടിയല്ലേ എണ്ണ? ആദ്യമായിട്ട് കയ്യടി. ഒരു ക്ലൂ തരണം കേട്ടോ. ഞാൻ പറയട്ടെ, നാരദൻ. നാരദൻ അല്ലല്ല, കയ്യടി പണ്ടേ ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ പുരാതന കാലത്ത് നമുക്ക് ശബ്ദമില്ല, അതായത് ഭാഷ ഇല്ലാത്ത സമയത്ത് തന്നെ കമ്മ്യൂണിക്കേഷന് കയ്യടി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ആംഗ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കയ്യടി എന്ന് പറയുന്നത് ആദ്യമായിട്ട് വന്നത് BC 4-ാം നൂറ്റാണ്ടിൽ ഗ്രീസ് നാടകങ്ങൾക്കാണ് ആദ്യമായിട്ട് കയ്യടി. ഗ്രീസ് നാടകത്തില് ഇത് മാറ്റിയത് സൂപ്പർ എന്ന് പറയുമ്പോ ദൃഷ്ടി മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇത് തുടങ്ങിയത്. പിന്നെ അതൊരു ആഹ്ലാദമായി മാറി, സന്തോഷമായി മാറി. അങ്ങനെയാണ് ഇതൊരു കയ്യടിയില് ഒരു എന്താ പറയാ, എല്ലാ മനുഷ്യന്മാരും തുടങ്ങിയത്. അപ്പൊ നമുക്ക് ഇവര് മൂന്നുപേരും ദൃഷ്ടി മാറ്റാം. മനസ്സിലായ ശ്രീവിദ്യ, ഇതൊക്കെ പഠിക്കണം മോളെ, മനസ്സിലായോ? ആ ഗൂഗിൾ ഇല്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നില്ലേ? സത്യം, എനിക്ക് നിങ്ങളുടെ മുഖത്ത് നോക്കാൻ പറ്റുന്നില്ല. എന്ത് ചെയ്യും? അങ്ങനെയൊക്കെയുള്ള ഓരോ കാര്യങ്ങൾ. പക്ഷെ ഒരു കാര്യം പറഞ്ഞേ പറ്റൂ. ഇപ്പൊ നമ്മളല്ലേ അഞ്ജന ഇങ്ങനെ റെഡിയായി, ഇനി ഒരു സിനിമയ്ക്ക് വേണ്ടി നമ്മളൊന്ന് കളക്റ്റീവായിട്ടൊന്ന് പ്രാർത്ഥിച്ച അഞ്ജന പെട്ടെന്ന് ഒരു സിനിമ കിട്ടിയിട്ട് അത് കഴിഞ്ഞ് ഇവിടെ വരണം. ഓക്കെ, അഞ്ജന സൂപ്പറാണ്. പക്ഷെ ഞാൻ ഭയങ്കര രഞ്ജീഷ് ഫാനാണ്. രഞ്ജീഷ് ആണ് ഇതിനെ കൊണ്ടൊരു പ്ലേയിൽ കൊണ്ട് ഇട്ട് കൊടുത്താൽ കൗണ്ടർ ഇല്ലെങ്കിലും അപ്പൊ ഒറ്റയ്ക്ക് നിന്ന് കളിച്ച് കയറ്റി. എനിക്ക് അനുഭവമുള്ളതാണ്. റിയാലിറ്റി ഷോ നമ്മൾ പോയിട്ടുള്ളത് ജീവൻ മരണ പോരാട്ടം. ഇവിടെ കയറി കഴിഞ്ഞാൽ ചെയ്തേ പറ്റും. പക്ഷെ ഒരു കാര്യം പറയണം, ഇന്ന് ജയേഷ് ആ ഒരു ബ്ലൗസും ടൈറ്റ്സ് ആയിരുന്നില്ല. ഞാൻ പ്രതീക്ഷിച്ചത് കുറച്ചുകൂടി ടൈറ്റ് ആണ്. പക്ഷെ എന്തായാലും സൂപ്പർ. അപ്പൊ നമുക്ക് എത്രയാ ചേച്ചി അവർക്ക് കിട്ടുന്ന ബാറ്ററി എത്രയും ചാർജ് ആയെന്ന് അറിയാം. നോക്കാം. മുതലായി. ഓക്കെ, ഇതാ ബാങ്ക് ഓഫ് ബോംബെ 3200. ഇതാ കോമഡി